ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ 1083/26 14ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The directive principles for state policy are enumerated in part 4 of the Constitution of India from articles. അപ്പം ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് പോളിസി. ഇത് എത്ര മുതൽ എത്ര വരെയുള്ള ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. 36 to 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് DPSPയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് എന്തെങ്കിലും പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ് എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കണം, അതായത് എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. അപ്പം നമ്മുടെ DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്റ്റേറ്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വെക്കണം, എന്നിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ DPSP. അതായത് ഇത് എന്തല്ല, എൻഫോഴ്സിബിൾ അല്ല. അതായത് നമുക്ക് കോർട്ടിൽ പോയിട്ട് ഇതിനകത്ത് കുറച്ച് 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പം മദ്യനിരോധനം, അതായത് എൻവയോൺമെന്റ് സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ എവിടെയാണ് എന്യൂമറേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു DPSPയിലാണ്. അപ്പം ഇത് നമുക്ക് കോടതിയിൽ ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾക്ക് അവരുടെ മൗലിക അവകാശം ഡിനൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ പോയി സമീപിക്കാം. പക്ഷെ DPSPയിലാണെങ്കിൽ അങ്ങനെ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ആദ്യം മുതലുള്ള ഒരു പാർട്സും അതിന്റെ ആർട്ടിക്കിൾസും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് യൂണിയനും ഭൂപ്രദേശവും, അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അതൊക്കെ എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? നമ്മുടെ യൂണിയനും ഭൂപ്രദേശവും, അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ പറ്റി പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്? പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അത് ഏതൊക്കെ ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ്? 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ, ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മൗലിക അവകാശങ്ങൾ ഏത് പാർട്ടിലാണ്? 3ാമത്തെ പാർട്ടിലാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിപ്പോ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, ഇത് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ ഇത് ഓരോന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഐഡിയ കിട്ടും. അപ്പം മൗലിക അവകാശങ്ങൾ എവിടെ മുതലാണ് പറഞ്ഞിരിക്കുന്നത്? 12 മുതൽ 35 വരെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ, അതായത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 4 കഴിഞ്ഞാൽ പിന്നെ 4A ആണ്. 4Aയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് എന്ത് ചെയ്താണ്? ഇത് അഡീഷണൽ ആയിട്ട് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 4 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 4A. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. 4 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 4A ഉണ്ട്. അങ്ങ് ഒരു പാർട്ടും കൂടെ ഉണ്ട്. അപ്പൊ മൗലിക കടമകൾ ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് 51A-ക്കകത്താണ്. അപ്പം 51 വരെ എവിടെയായിരുന്നു? DPSP ആണ്. അത് കഴിഞ്ഞ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 51A അല്ലെങ്കിൽ 51Aയിലാണ് മൗലിക കടമകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി 5ാമത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യൂണിയനെ പറ്റിയിട്ടാണ്. അപ്പം യൂണിയൻ ഗവൺമെന്റ്, പിന്നെ അതിന്റെ പാർലമെന്റ്, അതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു യൂണിയനകത്താണ്. അത് 52 മുതൽ 151 വരെയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പ്രസിഡന്റ്, പാർലമെന്റ്, അതൊക്കെയാണ് 52 മുതൽ പ്രസിഡന്റിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അത് ഏത് പാർട്ടാണ്? 5ാമത്തെ പാർട്ടിലാണ് യൂണിയൻ എന്നുള്ളത്. ഇനി അടുത്ത് കഴിഞ്ഞ് 6ാമത്തേനകത്താണ് സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നത്. അത് ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുക. 5 എന്താ? യൂണിയൻ. അത് കഴിഞ്ഞ് 6 എന്ത് വരും? സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 162 മുതൽ 237 വരെയാണ്. നിങ്ങൾക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ തന്നെ ആയിരിക്കും. ഏതാണ്? യൂണിയൻ ആൻഡ് അതിന്റെ ടെറിട്ടറീസ്, പിന്നെ സിറ്റിസൺഷിപ്പ് ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിക്കാം. പിന്നെ മൗലിക അവകാശങ്ങളാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കും. അപ്പം പിന്നെ DPSP, മൗലിക കടമകളും ചോദിക്കാം. പിന്നെ യൂണിയൻ,
ഇതൊക്കെ യൂണിയൻ മുതൽ ഇങ്ങോട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏഴാമത്തേനകത്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി പറയുന്നത്. അത് ഏത് മുതൽ ഏത് വരെയാണ്? 239 മുതൽ 242 വരെയാണ്. അത്ര ആർട്ടിക്കിളിലാണ് യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി 9 പഞ്ചായത്തുകൾ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഈ നമ്മൾ പഞ്ചായത്തി രാജ് ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകൾ, ഇത് എന്താണ്, അഡീഷണൽ ആയിട്ട് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പം പാർട്ട് 9 എന്തിനെ പറ്റി പറയുന്നു? പഞ്ചായത്തുകൾ. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 243 മുതൽ 243 O വരെയാണ്. ഇനി മുനിസിപ്പാലിറ്റി വരുമ്പോഴോ 9A വരും. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 243 P മുതൽ 243 ZG വരെയാണ്. ഇനി 9B അതെന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പോൾ ഓർത്തിരിക്കുക, 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി, 9B എന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ്? 243 ZH മുതൽ 243 ZT. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 243. അപ്പൊ 243 മുതൽ 243 വരെ, അല്ല 243 O വരെ എന്താണ്? പഞ്ചായത്ത്. ഇനി 243 O കഴിഞ്ഞ എന്താ? P മുതൽ 243 ZG വരെയാണ് എന്ത്? മുനിസിപ്പാലിറ്റി. ഇനി 243 ZH മുതൽ 243 ZT വരെയാണ് എന്ത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പൊ ഈ പാർട്ട് ഓർത്തിരിക്കുക, 9, 9A, 9B. ഇതും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഇനി 10 പറയുന്നത് പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റിയിട്ടാണ്. എവിടെ പറയുന്നത്? 10 പറയുന്നത്. അത് 244 മുതൽ 244A വരെയാണ് പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ്, യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എവിടെയാണ് പറയുന്നത്? ഈ ഒരു 11 റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. അത് പറയുന്നത് 11 അത് 245 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്. ഇനി അടുത്ത 12 എന്താണ്? ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും. അതായത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട്. ഇതിനെ പറ്റി പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? 12ാമത്തെ ആർട്ടിക്കിളിലാണ് ഫിനാൻസിനെ പറ്റി പറയുന്നത്. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 264 മുതൽ 300A ആണ്. അപ്പം അവിടെ വരെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട്. ഏത് പാർട്ടാണ്? പാർട്ട് 12. ഇനി പാർട്ട് 13 ആണെങ്കിൽ എന്താണ്? ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കവും. അപ്പം വ്യാപാരം എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതാണ് എവിടെ പറയുന്നത്? പാർട്ട് 13 പറയുന്നത്. അത് 301 മുതൽ 307 വരെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇവിടുത്തെ ആർട്ടിക്കിൾ ഒന്നും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, ചോദിക്കാൻ അത് ചാൻസ് കുറവാണ്. എങ്കിൽ ഈ പാർട്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഇനി അടുത്തത് പാർട്ട് 14 പറയുന്നത് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റിയിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഗവർണൻസിന്റെ ഒക്കെ ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ഒരു പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അത് എവിടെയാണ് പറയുന്നത്? പാർട്ട് 14 സർവീസ് അണ്ടർ സ്റ്റേറ്റ് ആൻഡ് യൂണിയനെ പറ്റി പറയുന്നത്. അതായത് ഗവൺമെന്റ് സർവീസിനെ പറ്റിയിട്ടുള്ളത്. അത് 308 മുതൽ 323 വരെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഓർത്തിരിക്കുക, പാർട്ട് 14A ഇതും ചോദിച്ചിട്ടുണ്ട്. ട്രിബ്യൂണലുകളെ പറ്റിയിട്ടാണ്. 2 ട്രിബ്യൂണലുകളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഉണ്ട്, പിന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് ആയിട്ടുള്ള ട്രിബ്യൂണലും ഉണ്ട്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 323A. അതിനകത്താണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതിനുശേഷം 323Bയിലാണ് എന്ത് പറയുന്നത്? മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണൽ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. 323Aയും 323Bയും അത് എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു അമെൻമെന്റ് വഴി വന്നതാണ്. 42ാമത്തെ അമെൻമെന്റ് വഴി വന്നതാണ്. അതുകൊണ്ട് ഇവിടുന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പാർട്ട് 15. ഇതിപ്പോ നമുക്ക് ഇലക്ഷനൊക്കെ നടന്നൊരു സമയമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പാർട്ട് 15 എന്ത് പറയുന്നത്? തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുന്നത്. അത് 324 മുതൽ 329A വരെയാണ് എന്ത് പറയുന്നത്? തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് 16 എന്താണ്? SC, ST, OBC, ആംഗ്ലോ ഇന്ത്യക്കാർ എന്നിവരെ സംബന്ധിച്ചുള്ള പ്രത്യേക വ്യവസ്ഥകളാണ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പാർട്ട് 16 അത് 330 മുതൽ 342A വരെയാണ്. ഇനി അടുത്ത എന്താണ്? പാർട്ട് 17. പാർട്ട് 17 ഇത് ഓർത്തിരിക്കുക. ഇതിനകത്താണ് എന്ത് പറയുന്നത്? ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത് എവിടെയാണ്? പാർട്ട് 17 343 മുതൽ 351 വരെയാണ് ഇത് പറയുന്നത്. ഇനി പാർട്ട് 18 ഇത് ഓർത്തിരിക്കുക. അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ എമർജൻസി പ്രൊവിഷൻസിനെ പറ്റി പറയുന്നത് പാർട്ട് 18
അത് 352 മുതൽ 360. ആ ആർട്ടിക്കിൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി പാർട്ട് 19 എന്താണ്? മിസലേനിയസ് ആണ്. അത് 361 മുതൽ 367 വരെ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞിരിക്കുക പാർട്ട് 20. പാർട്ട് 20 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് പാർട്ടിനകത്താണ്? പാർട്ട് 20 അതിന് ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. ഏതാണ്? 368. അപ്പം ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതാണ്. എന്താണ്? ഈ ഒരു പാർട്ട് 20 ഈ ഒരു ഭരണഘടനാ ഭേദഗതിയെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതും ഏത് ആർട്ടിക്കിളാണ്? 368 ആർട്ടിക്കിളിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസും ആ ഒരു പാർട്ടും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ 21 താത്കാലികവും പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ, ഇത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെന്താ? 22 ചുരുക്കപ്പേര്, പ്രാരംഭം, ഹിന്ദിയിലുള്ള ആധികാരിക പഠനവും റദ്ദാക്കലുകളും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് അല്ല. അപ്പോൾ ഓർത്തിരിക്കുക എത്ര പാർട്ട് ഉണ്ട് നമുക്ക്? അപ്പം 22 പാർട്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക. നമ്മൾ ആ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആ പ്രധാനപ്പെട്ട മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുക? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഈ നെക്സ്റ്റ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇ ഗവേണൻസ് പ്രോഗ്രാം ഓഫ് കേരള. ഇത് ഇതിനകത്ത് ഇ ഗവേണൻസ് പ്രോഗ്രാം ഓഫ് കേരള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ്? ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫ്രണ്ട്സ് എന്നുള്ളത് എന്താണ്? നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഇ ഗവേണൻസ് പ്രോഗ്രാം ആണ്. ഈ ഗ്യാൻദൂത് എന്നൊക്കെ പറയുന്നത് മധ്യപ്രദേശിന്റെ ഒക്കെയാണ്. അപ്പം ഫ്രണ്ട്സ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കിയേ. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. ഓർത്തിരിക്കുക. അതിന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്സിന്റെ വേണമെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം. അതായത് നമ്മളിപ്പം നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ എക്സാം ഫീസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഈ ഒരു ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രത്തിലല്ലേ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ആ ഒരു എക്സാം ഫീസൊക്കെ നമ്മൾ പേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത് എന്തിനായിട്ടുള്ളതാണ്? ടു പേ ഓൾ ടാക്സസ് ആൻഡ് അതർ ഡ്യൂസ് ടു ദ ഗവൺമെന്റ്. അതായത് ഇതൊരു സിംഗിൾ വിൻഡോ, ഒരു നോ ക്യൂ ഇന്റഗ്രേറ്റഡ് റെമിറ്റൻസ് സെന്റർ ആണ്. അതായത് നമുക്ക് അങ്ങോട്ട് പേയ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, അപ്പൊ ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ്, പേ ഓൾ ടാക്സസ് ആൻഡ് അതർ ഡ്യൂസ് ഓഫ് ദി ഗവൺമെന്റ് അണ്ടർ വൺ റൂഫ് അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ്. അപ്പൊ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ എന്ത് ചെയ്യുക? ടാക്സ്, അതുപോലെ തന്നെ നമുക്ക് മറ്റു സേവനങ്ങൾക്കുള്ള പേയ്മെന്റ്, അതായത് റെമിറ്റൻസ്, ഇപ്പം റെമിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് നടത്താനുള്ള ഒരു സിംഗിൾ വിൻഡോ, ഒരു നോ ക്യൂ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ട്സ്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസ്. അപ്പം ഈ ഒരു സർവീസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്രണ്ട്സ് സേവന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്കുള്ള എല്ലാ പേയ്മെന്റും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്രണ്ട്സ് കേന്ദ്രത്തിലൂടെ നടത്താം. അപ്പൊ ഇവിടെ എന്ത് ഓർത്തിരിക്കുക? ഈ ഒരു ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് എന്തിനാണ്? ഇത് ഓർത്തിരിക്കുക. സിംഗിൾ വിൻഡോ നോ ക്യൂ ഇന്റഗ്രേറ്റഡ് റെമിറ്റൻസ് സെന്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യാം? എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യാം? അവർക്ക് എന്ത് പേയ്മെന്റ് ആണോ ഗവൺമെന്റിലേക്കുള്ളത് അത് പേ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇ ഗവേണൻസ് എന്താണെന്ന് നോക്കാം. അപ്പം ഇ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭരണം നടത്താൻ, ഗവൺമെന്റിന്റെ ഭരണം എന്താണ് അറിയപ്പെടുന്നത്? പൊതുഭരണം എന്നാണ്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഗവൺമെന്റിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ഉപയോഗിക്കുകയാണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ ICT എന്ന് പറയും. എന്താണ് ICT? അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു റേഡിയോ മുതൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ AI, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അങ്ങനെ എന്ത് ചെയ്യുക? വിവര സാങ്കേതിക വിദ്യ, IT ഉപയോഗിച്ചുകൊണ്ടുള്ള എന്ത് ഡിവൈസും അല്ലെങ്കിൽ എന്ത് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ICT. അപ്പം ഈ ഒരു ICT ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇ ഗവേണൻസ്. അപ്പൊ നമുക്ക് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ICT ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണ നിർവഹണമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഇ ഗവേണൻസ് എന്ന് അറിയപ്പെടുന്നത്. അതാണ് സിംപിളി ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ്
അത് ഭരിക്കാൻ വേണ്ടിയിട്ട് ഭരണം ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഈ ഒരു ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നേരിട്ട് അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? അതിനുള്ള വേറെ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്തെങ്കിലും ആ ഒരു ഫീസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും. അതിപ്പോൾ പെട്ടെന്നാണ് അല്ലേ? ഇപ്പം എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റും ആണ്. അപ്പം ഈ ഒരു ICTയുടെ ഈ ഒരു ഗവൺമെന്റ് ഉപയോഗിക്കുമ്പോഴാണ് എന്തെന്നറിയപ്പെടുന്നതിനെ ഈ ഗവർണൻസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ കേരള ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഗവേൺഡ് സ്റ്റേറ്റ്. അപ്പൊ 2023 കേരളത്തെ എന്താക്കി? ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫുള്ളി ഗവേൺഡ് സ്റ്റേറ്റ് ആക്കി. അപ്പം എങ്ങനെയാണ്? കേരളമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ഗവേൺഡ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏതാണ്? കേരളമാണ്. എന്ത് ചെയ്തു? എല്ലാ പബ്ലിക് സർവീസിനെ എന്ത് ചെയ്തു? അത് എഫിഷ്യൻ്റ് ആക്കുകയും ചെയ്തു. പിന്നെ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്തു? ആക്സസ് ഉള്ളതും ആക്കി. ഇനി നമ്മൾ കുറച്ച് ഇതുപോലെയുള്ള ഗവേണൻസ് പ്രൊജക്റ്റുകളാണ് നോക്കുന്നത്. ഒന്ന് ഏതാണ്? അക്ഷയ പ്രൊജക്റ്റ് ആണ്. നമുക്കെല്ലാവരെയും നമ്മുടെ നാടിൽ എല്ലാം എന്തുണ്ട്? എല്ലാ പ്രദേശത്തും ഓരോ ഏരിയയിൽ തന്നെ എന്തുണ്ട്? ഓരോ അക്ഷയ സെന്ററുകളുണ്ട്. അപ്പൊ ഈ ഒരു അക്ഷയ സെന്റർ, ഈ ഒരു അക്ഷയ പ്രൊജക്ട് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? 2002 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലാർജ് സ്കെയിൽ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ പ്രൊജക്ട് ഇൻ ഇന്ത്യ. അപ്പൊ ജനങ്ങൾക്ക് ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു എന്ത്? അക്ഷയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് എന്താ, ഇപ്പം എല്ലാ സേവനങ്ങളും നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പും നമുക്ക് നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം. പക്ഷെ എന്താ, റൂറലൊക്കെ ഏരിയയിലൊക്കെ ആകുമ്പം ജനങ്ങൾക്ക് എന്തില്ല? ഒരു ലിറ്ററസി ഇല്ല. അപ്പം അപ്പം എന്ത് ചെയ്യും? ആൾക്കാർ എന്ത് ചെയ്യും? പുറകോട്ട് പോകും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയും. അതായത് അർബനിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റൂറലുള്ള ആൾക്കാർക്ക് ഈ ഒരു സേവനത്തെ പറ്റിയൊന്നും അറിവില്ല. അപ്പം ഈ ഒരു റൂറലിലെ ആൾക്കാരെയും കൂടെ എന്ത് ചെയ്യാം? ലിറ്ററേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഏത്? അക്ഷയ എന്ന് പറയുന്നത്. ഇത് എന്നാണ് വന്നത്? 2002 ഇത് എന്ത് ചെയ്യുക? ഡിജിറ്റൽ ഇൻക്ലൂഷൻ. അതാണ് ഈ ഒരു അർബൻ ലോക്കൽ ആ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു അക്ഷയ പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൊവൈഡ്സ് ഗവൺമെന്റ് സർവീസ് ത്രൂ അക്ഷയ സെന്റേഴ്സ് അക്രോസ് കേരള. അപ്പം കേരളത്തിൽ എല്ലായിടത്തും എന്തുണ്ട്? ഈ ഒരു അക്ഷയ സെന്റേഴ്സ് ഉണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നു? നമുക്ക് ഗവൺമെന്റിന്റെ സർവീസുകളെല്ലാം നമുക്ക് കിട്ടുന്നു. നമുക്കിപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവാം, അല്ലെങ്കിൽ എന്ത് സർവീസ് ഗവൺമെന്റിലോട്ടുള്ള എന്ത് സർവീസും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ അല്ലാതെ തന്നെയുള്ള എന്ത് സർവീസിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്ഷയ നമുക്ക് യൂസ് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ട്രിക്ട് കേരള എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സിറ്റിസൺ സർവീസ്. ഇതെന്താണ്? ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസിന് സിറ്റിസൺ ഓരോ പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അത് സർട്ടിഫിക്കറ്റ് ഇപ്പം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്ട്രിക്ട് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിപ്പോൾ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒന്നും നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അതാണ് റവന്യൂ സർട്ടിഫിക്കറ്റ്സ്, RTI, ഗ്രീവൻസസ്, പേയ്മെന്റ്സ് ഇതൊക്കെ എന്തിലൂടെ ചെയ്യാം? നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിലൂടെ ചെയ്യാൻ പറ്റും. ഇത് സർവീസ് എങ്ങനെ 24/7 നമുക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആയിരിക്കും. ഇതിനെന്താ പ്രത്യേകിച്ച് സമയപരിധിയോ ഒന്നുമില്ല. നമുക്ക് രാത്രിയോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇത് നമുക്ക് 24/7 അവൈലബിൾ ആയിരിക്കും. അതാണ് ഡിസ്ട്രിക്ട് കേരള എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇനി വേറെ അതുപോലെ ഉള്ളതാണ് സേവനം. ഇനി അത് മൊബൈൽ ഫോണിലാവുമ്പോൾ എന്ത് ചെയ്യും? സേവനം എന്നൊക്കെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സേവന പോർട്ടൽ. അപ്പം ഇതും എന്താണ്? ഇതൊരു സിംഗിൾ പോർട്ടലാണ്. ഇത് അഗ്രിഗേറ്റിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ഓൺലൈൻ സർവീസസ് ഫ്രം മെനി ഡിപ്പാർട്ട്മെന്റ്. ഇത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് കേരളത്തിലുള്ള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ പോർട്ടൽ, അതായത് ഒരു അംബ്രല്ലയാണ്. ഇതൊരു അഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് എന്ത്? സേവനം അല്ലെങ്കിൽ സേവനം എന്നുള്ളത്. ഇത് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് സിറ്റിസൺ ആക്സസ് സർവീസ് ഫ്രം ഹോം. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ, അതായത് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഓഫീസിൽ കയറി ചെല്ലുമ്പം പറയും അവിടെ അല്ല, അല്ലെങ്കിൽ വേറെ ഓഫീസിലാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഇട്ട് നടത്തിക്കും. അപ്പം ഒരു ലാഗ് ഒഴിവാക്കാൻ, പിന്നെ നമുക്ക് സർവീസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് നമുക്ക് തേടി അലയുകയൊന്നും വേണ്ട. അപ്പം ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സർവീസുകൾ ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് പറയുന്നത്? സേവനം അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ സേവന പോർട്ടൽ എന്ന് അറിയപ്പെടുന്നത്.
നെക്സ്റ്റ് ആണ് ഇ ഓഫീസ്. അപ്പം ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഓഫീസസ്. അപ്പം ഗവൺമെന്റ് ഓഫീസസിൽ പണ്ട് എന്തായിരുന്നു, ഫയല് ഇങ്ങനെ എന്താ പേപ്പർ ആയിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഫയൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്, ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഒരു സോഫ്റ്റ്വെയർ പോലെ ഉള്ള ഒരു സിസ്റ്റം ആണ് ഈ ഒരു ഇ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഫയലിന്റെ എല്ലാ മൂവ്മെന്റ് എങ്ങനെയാണ്, ഈ ഒരു ഇ ഓഫീസിലൂടെ ആയിരിക്കും. അത് റെഡ്യൂസസ് പേപ്പർ വർക്ക് ആൻഡ് സ്പീഡ്സ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, പേപ്പർ വർക്ക് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് ഇപ്പൊ ഈ ഒരു ഫയൽ എന്ത് ചെയ്യുന്നു, ഒരിടത്തു നിന്ന് മറ്റിടത്തോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഇത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ഇപ്പൊ ഇത് ആരുടെ കയ്യിലാണ്, അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് ഡിജിറ്റൽ ആണ്, അപ്പൊ പേപ്പർലെസ് ആണ്. ഒരു പേപ്പർലെസ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അതുപോലെ ഇതെന്താണ്, ഫാസ്റ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഇ ഓഫീസ് എന്ന് പറയുന്നത്. ഇനി വേറൊരെണ്ണമാണ് ഇ പ്രൊക്യൂർമെന്റ്. അപ്പം ഇ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഗവൺമെന്റ് ടെൻഡറിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്. അതായത് ടെൻഡർ ഒക്കെ വിളിക്കുമല്ലോ, കരാറുകളും അങ്ങനെ ടെൻഡറുകളൊക്കെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ഇതാണ് ഇ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ഇൻക്രീസസ് ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ ഓരോ ടെൻഡറൊക്കെ വിളിക്കുമ്പോൾ ലേലമൊക്കെ നടക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കുറെ അഴിമതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിജിറ്റൽ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ എന്ത് ചെയ്യും, ഇത് എഫിഷ്യന്റും ആണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്പെറന്റും ആവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കെ സ്മാർട്ട്. അപ്പം കെ സ്മാർട്ട് ഒരു 2023 ആ ഒരു സമയത്തൊക്കെ വന്നതാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതാണ് എന്ത്, കെ സ്മാർട്ട്. അപ്പൊ കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഈ ഒരു എന്താ ഫുൾ ഫോം പഠിച്ചിരിക്കുക. അപ്പൊ കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ, കെ എന്താണ്, കേരള, എസ് എന്താണ്, സൊല്യൂഷൻസ് ഫോർ മാനേജിങ്, എം ഫോർ മാനേജിങ് ആൻഡ് എ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ്, പിന്നെ ആർ എന്താ, റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അതാണ് കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെന്താണ്, ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സർവീസുകളെല്ലാം എന്ത് ചെയ്തു, ഓൺലൈനാക്കി ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിലാക്കിയതാണ് എന്ത്, കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അപ്പം ഇവർ നൽകുന്ന സേവനങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ആപ്പാണ് എന്ന് പറയുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫുൾ ഫോം ആലോചിച്ചിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ഓൺലൈൻ ബർത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, ടാക്സ് പേയ്മെന്റ്, ലൈസൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സർവീസുകളെല്ലാം തന്നെ നമുക്ക് ഏത് ആപ്പിലായി, ഈ ഒരു കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനും ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരത്തെ ഒരുപാട് ഇ ഗവേണൻസ് എന്താ ഈ ഒരു സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഒരു ആപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ എന്താക്കി, ഒറ്റ ഒരു അംബർലയിലാക്കി, കെ സ്മാർട്ട് എന്ന് പറയുന്ന അംബർലയിലാക്കി. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ ഫോം എന്തായാലും ഓർത്തിരിക്കുക. ഇത് എവിടെയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്, ഇതൊന്നും ഓർത്തിരിക്കുക. ഈ നെക്സ്റ്റ് ആണ് കെ ഫോൺ. എല്ലാവർക്കും അറിയാവുന്നതാണ് കെ ഫോൺ. എന്താണ്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ്സ് ഫ്രീ ഇന്റർനെറ്റ് ടു BPL ഫാമിലീസ് ആൻഡ് ബ്രോഡ്ബാൻഡ് ടു ഗവൺമെന്റ് ഓഫീസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ എല്ലാവർക്കും ഫ്രീ ആയിട്ട്, BPL ഫാമിലിക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് ആക്സസും, അതുപോലെ തന്നെ APL ഫാമിലിക്ക് എന്താണ്, ഒരു നിശ്ചിത നിരക്കിൽ, കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സൗജന്യം ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു എന്ത്, കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ കെ ഫോണിന്റെ ഫുൾ ഫോം എന്താണ്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. പിന്നെ എന്ത്, ഗവൺമെന്റ് ഓഫീസിലെ എല്ലാ ബ്രോഡ്ബാൻഡ് എങ്ങനെയാണ്, ഈ ഒരു കെ ഫോൺ ത്രൂ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, BPL ഫാമിലിക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്, കെ ഫോൺ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കെ സ്വാൻ, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം കണക്ട്സ് ഓവർ 3500 ഗവൺമെന്റ് ഓഫീസ്. അപ്പൊ ഇതൊരു 3500 ഗവൺമെന്റ്, അതായത് കേരളത്തിൽ അക്രോസ് ഉള്ള ഈ ഒരു 3500ഓളം ഗവൺമെന്റ് ഓഫീസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്ക് ആണ് എന്തെന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ് എന്ത്, കെ സ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം, ഗവൺമെന്റ് ഓഫീസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതായത് നമുക്കൊരു മെയിൻ ഒരു ഡേറ്റാ സെന്ററും ഉണ്ട്. അപ്പം അതിന് കൊടുക്കുന്ന, അതായത് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ എന്ന് പറയും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ എന്ത് ചെയ്യുക, ഇതിനെ മൊത്തം ഈ ഗവൺമെന്റ് ഓഫീസുകളെ മൊത്തം ഈ ഗവർണൻസിന് വേണ്ടിയിട്ട് മൊത്തം കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്ക് ആണ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനി അതാണ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, അതാണ് സെൻട്രലൈസ്ഡ് ഹോസ്റ്റിംഗ് ഫോർ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ്. അതായത്
സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സെന്റർ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡേറ്റ, അതായത് ഈ ഒരു ഇ ഗവേണൻസിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ എല്ലാം സൂക്ഷിക്കുന്ന എവിടെയാണ്? ഈ ഒരു സ്റ്റേറ്റ് ഡേറ്റ സെന്ററിലായിരിക്കും. അതിപ്പോൾ എല്ലാ സ്റ്റേറ്റിനും എന്ത് കാണും? ഒരു സ്റ്റേറ്റ് ഡേറ്റ സെന്റർ കാണും. അപ്പം അതിനെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് 1. അത് ഓർത്തിരിക്കാം. ഇനി K5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് വൈഫൈ ആണ് എന്താണ് അറിയപ്പെടുന്നത്? K5 എന്ന് അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പഠിച്ചതിൽ നിന്ന് വെച്ച് വിച്ച് ഇനിഷ്യേറ്റീവ് എയിംസ് ടു ബ്രിഡ്ജ് ഡിജിറ്റൽ ഡിവൈഡ് ഇൻ കേരള? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാമോ? നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? അതും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു കുറച്ച് പ്രൊജക്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ട്. ഇപ്പൊ കേരള ഇ ഗവേണൻസ് നോക്കുവാണെങ്കിൽ അപ്പോൾ ഇതിൽ കുറച്ച് പ്രൊജക്റ്റിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ? ഏത് ഇനിഷ്യേറ്റീവ് ആണ് കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? അക്ഷയാണോ, സൈബർ ഡോം ആണോ, സാഖ്യയാണോ, ഫാസ്റ്റ് ആണോ? ഓക്കെ, ഓപ്ഷൻ എ. അപ്പം ഓപ്ഷൻ എ തന്നെയാണ്. അക്ഷയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇ ലിറ്ററസിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നാ? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബനിലും ഒരു ലോക്കലിലും നമ്മൾ എന്താണ്, ഒരു റൂറൽ ഏരിയയിലും തമ്മിലൊരു വ്യത്യാസമില്ലേ? അതായത് അർബനിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ എന്താണ്, വിദ്യാഭ്യാസം ഉണ്ട്, അവർക്ക് കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്റർനെറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒഴിവാക്കി ഈ ഒരു റൂറൽ അർബൻ ആ ഒരു ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു അക്ഷയ പ്രൊജക്ട്. അതായത് ഇത് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴിയിട്ട് എന്ത് ചെയ്യുക? സർവീസ് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു അക്ഷയ വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കിയത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഓഫീസ് ഈസ് യൂസ്ഡ് ഫോർ. പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യോ. ഈ ഓഫീസ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? ഫിഷിംഗ് പെർമിറ്റിനാണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫയൽ മൂവ്മെന്റിന് ഓഫീസാണോ, ടാക്സ് കളക്ഷൻ ആണോ, സ്റ്റുഡന്റ് അഡ്മിഷൻ ആണോ? ഓക്കെ, ബി ഡിജിറ്റൽ ഫയൽ മൂവ്മെന്റ് ഇൻ ഓഫീസസ്. അപ്പം ഓഫീസുകളിലെ ഫയൽ ഇങ്ങനെ നമ്മളിപ്പോ ചുവപ്പ് നാട അല്ലെങ്കിൽ റെഡ് ടേപ്പിസം എന്നൊക്കെ പറയില്ലേ? അതായത് ഫയലുകൾ ഇങ്ങനെ കൂടി കിടക്കുന്നു. അപ്പം അതെന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും പിന്നെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും. അപ്പോൾ ഇതിപ്പോൾ ആരുടെ കയ്യിലാണ് ഫയല്, അപ്പോൾ ആ ഫയലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ, അതുമല്ല പേപ്പർലെസ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഓഫീസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ലോക്കൽ ബോഡീസ് ഇൻ കേരള? അതായത് ലോക്കൽ ബോഡീസ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കമ്പ്യൂട്ടറൈസ് ചെയ്തത് ഇതിൽ താഴെ പറയുന്ന ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ പഠിച്ചതല്ല എങ്കിലും നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത് ഓർഗനൈസേഷൻ ആണ് കേരളത്തിലെ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എന്ത് ചെയ്തത്? കമ്പ്യൂട്ടറൈസ് ചെയ്തത്. അത് ആൻസർ ബി ആണ്. ഇൻഫർമേഷൻ കേരള മിഷൻ അല്ലെങ്കിൽ IKM എന്ന് പറയും. അപ്പം ഈ ഒരു IKM ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എന്ത് ചെയ്തത്? കമ്പ്യൂട്ടറൈസ് ചെയ്തത്. ഓർത്തു വയ്ക്കുക, IKM ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കമ്പ്യൂട്ടറൈസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോജക്ട് ഡിജിറ്റൈസസ് സർവീസസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർവീസുകളെ ഡിജിറ്റൽ ആക്കിയത് ഏത് പ്രൊജക്റ്റ് ആണ്? K-സ്മാർട്ട് ആണോ, സ്പാർക്ക് ആണോ, ഇ ഗ്രാൻസ് ആണോ, സൈബർ ഡോം ആണോ? പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യോ. ഏതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡിജിറ്റൈസ് ചെയ്തത്? K-സ്മാർട്ട് ആണ്. ഓക്കെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട് എ. അതെ, അപ്പോൾ ഓർത്തിരിക്കുക, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സർവീസ് ലഭ്യമാക്കുന്ന ആപ്പാണ് ഏത്? K-സ്മാർട്ട്. അതിന്റെ ഫുൾ ഫോമും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വിച്ച് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഓൺലൈൻ ബിൽ പേയ്മെന്റ്സ് ആൻഡ് സിറ്റിസൺ സർവീസ്?
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതാണ് ഓൺലൈൻ ബിൽ പേയ്മെന്റിനും സിറ്റിസൺ സർവീസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് നമുക്കൊന്ന് ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. അതെ, എ ആണ് ആൻസർ. ഏതാണ്? ഫ്രണ്ട്സ് ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓൺലൈൻ ബിൽ പേയ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സർവീസ് ജനസേവന കേന്ദ്രമാണ് ഏത്? ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് കേരള പ്രൊജക്ട് പ്രൊവൈഡ്സ് പേറോൾ മാനേജ്മെന്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്? അപ്പം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേറോൾ, അതായത് സാലറിയും അവരുടെ അറ്റൻഡൻസും ഒക്കെ എന്ത് ചെയ്യുന്ന ആ ഒരു മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഏതാണ്? സ്പാർക്ക് ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ സ്പാർക്ക് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേറോളും അവരുടെ അറ്റൻഡൻസും അവരുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഏത് ത്രൂ ആണ്? ഈ ഒരു സ്പാർക്ക് ത്രൂ ആണ്. അപ്പോൾ ഈ ഒരു സ്പാർക്കിന്റെ ഫുൾ ഫോമും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. ഈ നേരത്തെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സർവീസ് ആൻഡ് പേറോൾ. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. ഒന്നുകൂടെ പറഞ്ഞേ, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരളയാണ് എന്തെന്ന് പറയുന്നത്? സ്പാർക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ്? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേറോളും അവരുടെ അറ്റൻഡൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഈ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഏജൻസി ഈസ് എൻടൈറ്റിൽഡ് ടു കണ്ടക്ട് എൻക്വയറി ഓൺ ദി കറപ്ഷൻ ചാർജസ് എഗനിസ്റ്റ് എ മെമ്പർ ഓഫ് പാർലമെന്റ്? അതായത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ്, അതായത് MP-ക്ക് എതിരെ അഴിമതി ചാർജ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എൻക്വയറി നടത്തുന്ന, അന്വേഷണം നടത്തുന്ന ഏജൻസി ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഏത് ഏജൻസിയാണ്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. അതായത് ഒരു MP-ക്ക് എഗനിസ്റ്റ് ആയിട്ട് കറപ്ഷൻ ചാർജസ് വരുവാണെങ്കിൽ അതിൽ അന്വേഷണം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഏതാണ്? ലോക്പാൽ ആണ്. അപ്പം ലോക്പാൽ ആണ് ഒരു MP-ക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെന്റിനെതിരെ ഒരു അഴിമതി ആരോപണം വരുവാണെങ്കിൽ അത് അന്വേഷിക്കുന്ന ഏജൻസി ഏതാണ്? ലോക്പാൽ ആണ്. ഇനി ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒരു ലോക്പാൽ എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്പാൽ രൂപീകരിക്കുന്നത്. ഈ ലോക്പാൽ എന്ന വാക്കിനർത്ഥം, ലോക്പാൽ എന്ന വാക്കിനർത്ഥം എന്താണ്? ജനസംരക്ഷകൻ എന്നാണ് ഈ ഒരു ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ആരാണ്? LM സിംഗ്വി ആണ്. അപ്പം LM സിംഗ്വി ആണ് ഈ ഒരു ലോക്പാൽ എന്ന് പറയുന്ന ഒരു വാക്കിന് കോയിൻ ചെയ്തത്. ഈ ഒരു ഹൂ കോയിൻ ദ ടേം ലോക്പാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? LM സിംഗ്വി ആണ്. ഇനി ഇന്ത്യയിൽ ലോക്പാൽ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അശോക് കുമാർ സെൻ ആണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ലോക്പാൽ എന്നൊരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അശോക് കുമാർ സെൻ ആണ്. പക്ഷേ ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? LM സിംഗ്വി ആണ്. ഇനി ഈ ഒരു ലോക്പാലിന്റെ അർത്ഥം എന്താണ്? ജനസംരക്ഷകൻ. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, ജനസംരക്ഷകൻ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇനി ഇത് ഈ ഒരു വാക്ക് ആദ്യമായിട്ട്, പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? LM സിംഗ്വി ആണ്. പിന്നെ ഒരു ഇന്ത്യയിൽ ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചിരുന്നത് ആരാണ്? അശോക് കുമാർ സെൻ ആണ്. നെക്സ്റ്റ്, മൊറാർജി ദേശായി ചെയർമാനായി 1966 നിയമിക്കപ്പെട്ട ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ പരാതി പരിഹാരത്തിനായിട്ട് കേന്ദ്രതലത്തിൽ ലോക്പാൽ എന്നും സംസ്ഥാന തലങ്ങളിൽ ലോകായുക്ത എന്ന പേരിലുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ എന്താണ്? ആരാണ്? മൊറാർജി ദേശായി ചെയർമാനായിട്ടുള്ള 1966 ഫോം ചെയ്ത ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ആണ് എന്ത് പറയുന്നത്? കേന്ദ്രതലത്തിൽ എന്ത് വേണം? ലോക്പാൽ വേണം. സംസ്ഥാന തലത്തിൽ ലോകായുക്തയും വേണം. എന്തിനു വേണം? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1968 ഈ ഒരു ലോക്പാൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. പാർലമെന്റിൽ 1968 ഈ ഒരു ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തില്ല? പാസ്സായില്ല. ഈ ലോക്പാൽ ബിൽ ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ശാന്തി ഭൂഷണാണ്. അപ്പം ശാന്തി ഭൂഷണാണ് ഈ ഒരു ബില്ല്. ഈ ഒരു ബില്ല് എന്ത് ചെയ്യും? പാർലമെന്റ് അംഗീകരിച്ച ശേഷം മാത്രമേ എന്താവത്തുള്ളൂ? ഇതൊരു ആക്ടായി മാറുള്ളൂ. അപ്പൊ ഈ ഒരു ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശാന്തി ഭൂഷണാണ്. ഇനി 1969 ഓഗസ്റ്റ് 20 ലോക്പാൽ ബിൽ ലോക്സഭ പാസ്സാക്കിയെങ്കിലും രാജ്യസഭ എന്ത് ചെയ്തില്ല? അത് പാസ്സാക്കിയില്ല.
അപ്പം ലോക്സഭ ആദ്യമായിട്ട് ഈ ബില്ല് എന്ത് ചെയ്തു, പാസ്സാക്കി. പക്ഷെ രാജ്യസഭ എന്ത് ചെയ്യുന്നില്ല, പാസ്സാക്കിയില്ല. അതിനുശേഷം 1971, 77, 85, 89, 96, 98, 2001, 2011 ഇത്രയും വർഷങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു ലോക്പാൽ ബില്ല് വീണ്ടും എന്ത് ചെയ്തു, അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇത്രയും വർഷം നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയും വർഷം എന്ത് ചെയ്തു, ഇത് അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് എന്നാണ്, 2014 ജനുവരി 1-നാണ്. അപ്പൊ ഇത്രയും വർഷം അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ലാസ്റ്റ് എന്നാണ് ഈ ഒരു രാഷ്ട്രപതി ഇതിനെ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിടുന്നത് എന്നാണ്, 2014 ജനുവരി 1-നാണ്. ആദ്യം നമ്മൾ ഏത് സഭയിലാണോ ഇത് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ എന്ത് ചെയ്യും, ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുക, അവിടുന്ന് പാസ്സാക്കി പിന്നെ ആർക്ക് കൊടുക്കും, രാജ്യസഭയ്ക്ക് കൊടുക്കും. രാജ്യസഭയും പാസ്സാക്കി ആർക്ക് കൊടുക്കും, രാഷ്ട്രപതിക്ക് കൊടുക്കും. എന്നിട്ട് രാഷ്ട്രപതിയാണ് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബില്ലിൽ ഒപ്പുവെക്കുമ്പോഴാണ് ഈ ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2014 ജനുവരി 1-നാണ്. അപ്പൊ ആ വർഷം ഓർത്തിരിക്കുക. ഈ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്, അണ്ണാ ഹസാരെയാണ്. അപ്പം നമുക്ക് അണ്ണാ ഹസാരെ അറിയാം. അപ്പം ഈ ഒരു അണ്ണാ ഹസാരെ ആയിരുന്നു ഈ ഒരു ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. ഇനി ഈ ഒരു ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടന ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ. എന്താണ്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമരം, ഈ ഒരു ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത സംഘടന ചോദിച്ചാൽ അത് ഏതാണ്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നുള്ളതാണ്. ഇനി ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട്, 9 അംഗങ്ങളാണ് ലോക്പാലിൽ ഉള്ളത്. എത്രയാണ്, 9 അംഗങ്ങളാണ് ഈ ഒരു ലോക്പാലിൽ ഉള്ളത്. ലോക്പാലിൽ അംഗമാകുന്നതിന് കുറഞ്ഞ പ്രായം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്, 45 ആണ്. അപ്പം എത്ര അംഗങ്ങളുണ്ട്, 9 അംഗങ്ങളുണ്ട്. ഇനി ഈ അംഗങ്ങൾക്ക് വേണ്ട കുറഞ്ഞ പ്രായമാണ്, മാക്സിമം പ്രായമല്ല, ഓർത്തിരിക്കുക, കുറഞ്ഞ പ്രായം. അപ്പം 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, ഈ ഒരു ലോക്പാലിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക, കുറഞ്ഞ പ്രായം എത്രയാണ്, 45 വയസ്സാണ്. ഇനി ലോക്പാൽ ചെയർമാന്റെ യോഗ്യത ചോദിക്കുകയാണെങ്കിൽ എന്താണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. ഒന്നെങ്കിൽ എന്തായിരിക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, പൊതുസമ്മതനായിരിക്കണം. അതുപോലെ തന്നെ 25 വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് എന്ത് ചെയ്യാം, തെരഞ്ഞെടുക്കാം. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ നമ്മൾ പറയുന്നത്, ഒന്നെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ്, അല്ലെങ്കിൽ പൊതുസമ്മതനും. അതുപോലെ തന്നെ 25 വർഷത്തെ എന്ത് വേണം, ഈ ഒരു അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരിചയ സമ്പത്ത് ഉണ്ടായിരിക്കണം. അതും ആ വ്യക്തിയെ എങ്ങനെ പറ്റുള്ളൂ, റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊന്നും ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ലോക്പാലിൽ എത്ര ശതമാനം ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം? അപ്പൊ 50%. അപ്പൊ 50%, അതായത് ഈ ഒരു 9-ൽ എത്ര പേര് വേണം, അപ്പൊ ഒന്ന് പറഞ്ഞേ, 9-ൽ എത്ര പേര് വേണം എന്ന് പറഞ്ഞ, 50% ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ 9-ൽ, അപ്പൊ പകുതിയിൽ കൂടുതലും വരണം. അപ്പൊ പകുതി പേര് എന്തായിരിക്കണം, അപ്പം 5 പേരെങ്കിലും എന്തായിരിക്കണം, ഈ ഒരു ജുഡീഷ്യൽ മെമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി SC, ST, OBC, ന്യൂനപക്ഷ അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ എത്ര ശതമാനത്തിൽ കുറയാതെ ലോക്പാലിൽ ഉണ്ടായിരിക്കണം? അതും എത്ര ശതമാനമാണ്, 50%. ആരൊക്കെയാണ്, SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, വനിതാ അംഗങ്ങൾ, ഇത്രയും കൂടെ ചേർത്തിട്ട് എത്ര പേര് വേണം, 50% വേണം. ഇനി പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം? അപ്പൊ 2/3 അംഗങ്ങളുടെ, ലോക്പാലിലെ 2/3 അംഗങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പിന്തുണ ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രധാനമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ. ഇനി ലോക്പാൽ സെലക്ഷൻ സമിതി, ഇനി ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ്, 5 പേരാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയിട്ട് ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 9 അംഗങ്ങളാണ്. ഇനി ലോക്പാലിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 5 പേരാണ് ലോക്പാലിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത്. ഇനി പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ എത്ര പേരുടെ ഭൂരിപക്ഷം വേണം, 2/3, 3/2 പേരുടെ ഭൂരിപക്ഷം വേണം. ഇനി സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഒന്ന് പ്രധാനമന്ത്രി എന്തായാലും നിർബന്ധമാണ്. പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ എന്താണ്, ലോക്സഭ സ്പീക്കർ. ഇനി അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി, അതുപോലെ തന്നെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ. അപ്പൊ ആരൊക്കെയാണ്, ആരാണ്, പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രി ഉണ്ടാവുമ്പോൾ ആര് ഓപ്പോസിറ്റ് വേണം,
പ്രതിപക്ഷ നേതാവ് വേണം. അത് എവിടുത്തെ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് എവിടെയുള്ളത്? ലോക്സഭയിലാണ്. അപ്പൊ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. പിന്നീട് ആരും വേണം? ലോക്സഭയിലെ സ്പീക്കർ. പിന്നെ ആര് വേണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി, ആ സമയം സുപ്രീം കോടതിയിലുള്ള ഏതെങ്കിലും ജഡ്ജി. പിന്നെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ. എന്ത് വേണം? ഒരു നിയമവിദഗ്ധനും കൂടെ എന്ത് വേണം? ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ വേണം. അപ്പൊ ഇത് ഇത്ര ഓർത്തിരിക്കുക. ഈ ഒരു 5 പേരാണ് എന്തുള്ളത്? ഈ ഒരു ലോക്പാലിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ അതിന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പിനാക്കി ചന്ദ്രഘോഷാണ്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? പിനാക്കി ചന്ദ്രഘോഷാണ്. ഇനി ഇപ്പൊ നിലവിലെ ലോക്പാലിന്റെ ചെയർപേഴ്സൺ ചോദിക്കണമെങ്കിൽ അതാരാണ്? അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ആരാണ്? അജയ് മണിക് റാവു ഖാൻവിൽക്കർ. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. പ്രഥമ ലോക്പാല്. അപ്പം ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പിനാക്കി ചന്ദ്രഘോഷാണ്. ഇനി നിലവിലെ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അജയ് മണിക് റാവു ഖാൻവിൽക്കർ. ഇത് നിങ്ങൾ എക്സാമിന് മുന്നേ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാറുന്നതാണ്. അപ്പം അന്നത്തെ ഇതെന്താ നോക്കി വെച്ചിട്ട് പോവുക. അപ്പൊ ഇപ്പോഴത്തെ ആരാണ്? അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. ഈ നെക്സ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോകായുക്ത. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഏത് സംസ്ഥാനമാണ് എന്ത് ചെയ്തത്? ലോകായുക്ത ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഏത് സ്റ്റേറ്റ് ആണ് ലോകായുക്ത നടപ്പിലാക്കിയത്? ഒന്ന് കമന്റ് ചെയ്യാമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗസ് എടുക്കാം. ഒന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് ലോകായുക്ത അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഒഡീഷയാണ്. അതെന്നാണ്? 1970 ഒഡീഷ ആദ്യമായിട്ട് ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. ലോകായുക്ത നിയമം പാസ്സാക്കുന്നത് ഒഡീഷയാണ്. പക്ഷെ ലോകായുക്തയെ നിയമിച്ച അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതെന്നാണ്? 1971. അപ്പൊ ഓർത്തിരിക്കുക, നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഒഡീഷയാണ്. എന്നാൽ അതേസമയം ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇനി ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം കൊടുത്ത സമിതിയാണ് ഏതെന്ന് പറയുന്നത്? ലോകായുക്ത. അപ്പൊ ലോകായുക്ത എന്തിനാ വന്നിരിക്കുന്നത്? ഈ ഒരു സംസ്ഥാനത്തില് എന്ത് ചെയ്യുക? ഭരണതലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ ഉള്ള അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ് ലോകായുക്ത. ദേശീയ തലത്തിലാകുമ്പോൾ അത് ലോക്പാല്. ഇത് ലോകായുക്തയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി ആരുടെ ഉപദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് ഈ ഒരു ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്തത്. ഓർത്തു വയ്ക്കാം. അപ്പൊ ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിരുന്നത് ആരാണ്? ഗവർണറാണ്. പക്ഷെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഈ ഒരു ലോകായുക്തയെ നിയമിക്കുന്നത്. ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആരാണ്? ഒന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. മറ്റേ നമ്മൾ ലോക്പാലിന് എന്ത് പറഞ്ഞ? ഒന്നെങ്കിൽ ലോക്പാലിന്റെ ആവാനാണെങ്കിൽ ഒന്നെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ എന്തായിരിക്കണം? ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അപ്പം ഇനി ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പൊ ഓർത്തിരിക്കുക, ലോകായുക്ത ആവണമെങ്കിൽ എന്താവണം? സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഇനി ഉപലോകായുക്ത ആവണമെങ്കിലോ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ഇനി ലോകായുക്തയെ നിയമിക്കുന്നതിന് മുൻപ് ഗവർണർ എന്ത് ചെയ്തു? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തുന്നു. അപ്പം ഇതിന്റെ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ഒന്ന് മുഖ്യമന്ത്രിയുണ്ട്,
പിന്നെ എന്താ നമ്മൾ നേരത്തെ അവിടെ എന്തോ പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് വരും? സംസ്ഥാനമാകുമ്പോൾ മുഖ്യമന്ത്രി വരും. പിന്നെ അവിടുത്തെ നമ്മൾ എന്ത് പറഞ്ഞു? സ്പീക്കർ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്യും? നിയമസഭ സ്പീക്കർ. പിന്നെ എന്ത് ചെയ്യും? നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ്. അപ്പം ഇത്രയും ആൾക്കാരുമായിട്ടാണ് ഗവർണർ ഇവിടെ കൂടി ആലോചിക്കുന്നത്. ഇനി ലോകായുക്ത, ലോകായുക്ത എന്നിവരുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ എത്ര വർഷമാണ്? 5 വർഷമാണ് ഇവരുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഇനി ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി ലോകായുക്തയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിക്കും തുല്യമാണ്. കാരണം ആ ഒരു സെയിം പോസ്റ്റിലുള്ള ആൾക്കാർ തന്നെയല്ല ഇതുമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓർത്തിരുന്നാൽ മതി, ആ ഒരു ലോകായുക്തയുടെ ശമ്പളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിക്ക് തുല്യമായിരിക്കും. ഇനി ഉപലോകായുക്തയുടെയോ ആ ഒരു ഹൈക്കോടതി ജഡ്ജിനും ഈക്വൽ ആയിരിക്കും. ഇനി ലോകായുക്തയും ഉപലോകായുക്തയും രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്ക് മുൻപാകെയാണ് ഇവര് രാജി സമർപ്പിക്കുന്നത്. ഇനി ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കായിരിക്കും. അവിടെയാണെങ്കിൽ ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും. ഇവിടെ ആകുമ്പോൾ ആർക്കായിരിക്കും? സംസ്ഥാന നിയമസഭയ്ക്കായിരിക്കും ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക. ഇനി കേരള ലോകായുക്ത നിയമം പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 1999 എന്നാണ്. 1999. ഇനി കേരള ലോകായുക്ത നിയമം നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ 1999 നവംബർ 15. ഓർത്തിരിക്കുക ആ ഡേറ്റ്. 1999 നവംബർ 15 എന്ത് വരുന്നത്? കേരള ലോകായുക്ത നിയമം വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ചോദിക്കുകയാണെങ്കിൽ ആരാണ്? PC ബാലകൃഷ്ണ മേനോനായിരുന്നു. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? പിനാക്കി ചന്ദ്രഘോഷാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? PC ബാലകൃഷ്ണ മേനോൻ. ഓർത്തിരിക്കുക ആരാണ്? PC ബാലകൃഷ്ണ മേനോനാണ്. ഇനി നിലവിലെ ലോകായുക്ത ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ ആണ് നിലവിലെ ലോകായുക്ത. അപ്പൊ ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. PC ബാലകൃഷ്ണ മേനോനാണ് ആദ്യത്തെ ലോകായുക്ത. ഇനി ഇപ്പോൾ നിലവിലെ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ ആണ് നിലവിലെ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതില് ഇത് നമ്മളിപ്പം അഡീഷണൽ ആയിട്ട് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ ക്ലിയർ എന്നൊന്ന് മെസ്സേജ് എങ്കിലും ഇടാമോ? ഇനി ഇതിന്റെ ആൻസറും കൂടെ ഒന്ന് പറയണേ. എന്താണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് എ ഡെവലപ്പിംഗ് എക്കോണമി? അപ്പം ഡെവലപ്പിംഗ് എക്കോണമി അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഇതിൽ ഏതാണ് അതിന്റെ ഒരു ഫീച്ചർ അല്ലാത്തത്? ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ലോ പെർ ക്യാപിറ്റ ഇൻകം ആണോ? അതോ ഹെവി പോപ്പുലേഷൻ പ്രഷർ ആണോ? അതോ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആണോ? ഹെവി ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ ആണോ? ഇതിൽ ഏതാണ് ഡെവലപ്പിംഗ് എക്കണോമിയുടെ ഒരു ഫീച്ചർ അല്ലാത്തത്? ഫീച്ചർ അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഏതാണ് ആണെന്നുള്ളതാണോ ചോദിച്ചിരിക്കുന്നത് അതോ അല്ലാത്തതാണോ ചോദിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് വരയിട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ എന്താണ്? വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം വികസ്വര രാജ്യമാണ്, ഡെവലപ്പിംഗ് ആണ്. അപ്പം ഇന്ത്യയുടെ ഒരു സെനാരിയോ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. തെറ്റിക്കോട്ടെ ആൻസർ, നിങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്യും. ഇന്ത്യയുടെയൊക്കെ കേസിൽ ലോ പെർ ക്യാപിറ്റ ഇൻകം ആണോ? ഇന്ത്യക്ക് എന്താണ്? ലോ പെർ ക്യാപിറ്റ ഇൻകം തന്നെയാണ്. ആളുകൾക്ക് എന്താണ്? പ്രതിശീർഷ വരുമാനം കുറവാണ്. പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മൊത്തം ദേശീയ വരുമാനത്തെ ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം. അതായത് ഒരാളുടെ പെർ ക്യാപിറ്റ, അതായത് ഒരാളുടെ ഹെഡിൽ എത്ര പേര്, ഒരാൾക്ക് എത്ര കിട്ടുന്നു, അതാണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് മൊത്തം ദേശീയ വരുമാനത്തെ എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സി ആണ്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആണ്. അപ്പം ഹൈ പെർ ക്യാപിറ്റ ഇൻകം എന്തല്ല? ഈ ഒരു ഡെവലപ്പിംഗ് എക്കോണമിയുടെ ഫീച്ചർ അല്ല. പിന്നെ എന്താണ്? ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും. പിന്നെ പോപ്പുലേഷൻ എന്താണ്? കൂടുതലാണ്. അതുപോലെ തന്നെ
അഗ്രികൾച്ചറിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഈ ഒരു ഡെവലപ്പിംഗ് ഇക്കണോമിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് എന്താണ്, ലോ പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ എന്തായിരിക്കും അത്, പെർ ക്യാപിറ്റ ഇൻകം, ഓരോരുത്തർക്കും ഉള്ള പെർ ക്യാപിറ്റ ഇൻകം എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ലോ ആവറേജ് ഇൻകം ആണ്. അതായത് പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാശുള്ള ഒരുപാട് പേരുണ്ട്, എന്തുണ്ട്, പക്ഷെ കാശില്ലാത്തവരാണ് എന്ത് ചെയ്ത് ഒരുപാട് കൂടുതലുള്ളത്. നമ്മൾ എന്ത് ചെയ്ത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ശരാശരി വരുമാനം നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പം ലോ ആവറേജ് ഇൻകം ലീഡ്സ് ടു ലിമിറ്റഡ് സേവിങ്സ്. അപ്പൊ സേവിങ്സ് കുറയും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റും കുറയും. ഇപ്പൊ ആൾക്കാരുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റും കുറവായിരിക്കും. അതുപോലെ തന്നെ പൂർ ലിവിങ് സ്റ്റാൻഡേർഡും ആയിരിക്കും. അപ്പം ലിവിങ് സ്റ്റാൻഡേർഡും എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഡിപ്പെൻഡൻസ് ഓൺ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇക്കണോമിയെ മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചറും അലൈഡ് ആക്ടിവിറ്റീസും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള സെക്ടറാണ് ഈ ഒരു സെക്കൻഡറി എന്ന് പറയുന്നത്. ഇനി ടെർഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സർവീസ് സെക്ടറാണ്. അവിടെ എന്താണ്, സർവീസ് ആണ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കോണമി എടുക്കുകയാണെങ്കിൽ, അവരെന്തായിരിക്കും, പ്രൈമറി സെക്ടറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലായിരിക്കും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എ ലാർജ് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ റിലൈസ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഓഫൻ വിത്ത് ലോ പ്രൊഡക്ടിവിറ്റി. അപ്പം എന്താണ്, നാച്ചുറൽ ആയിട്ട്, അത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസോഴ്സസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലൈക്ക് ഫിഷിങ്, മൈനിങ്. അപ്പം അങ്ങനെയുള്ളതും അഗ്രികൾച്ചറും എവിടെയാണ് വരുന്നത്, പ്രൈമറി സെക്ടറിൽ. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് എക്കോണമി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, ഈ ഒരു പ്രൈമറി സെക്ടറിലായിരിക്കും. ഇനി ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇപ്പൊ ഇവിടെ എന്താണ്, പോപ്പുലേഷൻ, ഡെവലപ്പിംഗ് എക്കോണമിയിൽ പോപ്പുലേഷനും കൂടുതലായിരിക്കും. ഇത് റാപ്പിഡ് പോപ്പുലേഷൻ ഇൻക്രീസസ് പ്ലേസസ് സ്ട്രെയിൻ ഓൺ റിസോഴ്സസ്. അപ്പൊ നമുക്ക് റിസോഴ്സസ് എന്തായിരിക്കും, ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ റിസോഴ്സസ് ഇവർക്കെല്ലാം വീതിച്ച് നൽകണം. അപ്പൊ അതിനുള്ള റിസോഴ്സസ് നമുക്കുണ്ടോ, ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന എന്ത് ചെയ്യും, റിസോഴ്സസും കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇതിന്റെയൊക്കെ ക്വാളിറ്റി കുറഞ്ഞു വരും. നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു, വൈഡ് സ്പ്രെഡ് പോവർട്ടി ആൻഡ് ഹൈ റേറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പം ഇത്രയും ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്തില്ല, അത്രയും കൊടുക്കാനുള്ള തൊഴിലില്ല. അതുപോലെ തന്നെ അണ്ടർ എംപ്ലോയ്മെന്റ്, ചില ജോലികൾക്കൊന്നും എന്തില്ല, ആളുകളെ കിട്ടാനില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് തെങ്ങ് കയറാനൊക്കെ എന്തില്ല, ആൾക്കാരില്ല. അത് എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യും, വൈറ്റ് കോളർ ജോബ്സേ ആൾക്കാർ ചെയ്യുള്ളൂ. ഇനി അതുപോലെ തന്നെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഫീൽഡിൽ നമ്മൾ നോക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരു ഫാമിലി നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവർക്കിപ്പം അത് ഒരു സെന്റ് ഭൂമിയുണ്ട്, അവിടെ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നു. അപ്പൊ ഈ ഫാമിലി മൊത്തം എന്തായിരിക്കും, അതിനകത്ത് ആൾക്കാർ മുഴുവൻ എവിടെ ആയിരിക്കും, ഈ ഒരു ഫീൽഡിലായിരിക്കും പണിയെടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിന് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാണ്, അവിടെ പണിയെടുക്കുകയാണ്. അതായത് റൂറൽ ഏരിയയുടെ എല്ലാ അവസ്ഥ ഇതുപോലെയാണ്. അതായത് അവിടെ എന്താണ്, ഡിസ്ഗൈസ്ഡ് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതിലധികം കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ പണിയെടുക്കുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടോ, അതുമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വേണ്ടതിലും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടെ പണിയെടുക്കുന്നു. ആ ഒരു സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അത് മോർ പീപ്പിൾ വർക്കിംഗ് ദാൻ നീഡഡ്. അതൊക്കെയാണ് എന്താ പറയുന്നത്, അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയാണ് കൂടുതലും. ഇനി ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് എന്താണ്, കുറവാണ്. ഇത് ഷോർട്ടേജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഹിൻഡർ ഇക്കണോമിക് ഗ്രോത്ത്. ഇപ്പോൾ റൂറൽ ഏരിയയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ല. ഇപ്പൊ നമ്മൾ ബീഹാർ, ഉത്തർപ്രദേശിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല, ഇലക്ട്രിസിറ്റി എത്തുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളില്ല, അതുപോലെ തന്നെ ബാങ്കിങ് ഫെസിലിറ്റീസും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, അവിടെ ഒരു ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടാകുന്നില്ല. ഇനി ഡ്യുവൽ എക്കണോമി. ഡ്യുവൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ സെയിം സ്ഥലത്ത് തന്നെ, ഇപ്പൊ നമ്മളിപ്പോൾ റൂറൽ അർബൻ ഏരിയ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. അർബനിലായിരിക്കും എന്തായിരിക്കും കൂടുതൽ സർവീസ് ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് എല്ലാം എവിടെ ആയിരിക്കും, അർബനിലാണ്. പക്ഷെ റൂറലിൽ പാരലായിട്ട് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്കണോമി ഉണ്ട്. അതായത് രണ്ട് ഇക്കണോമി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് കേരളത്തെ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നമുക്ക് എന്താ, റൂറൽ അർബൻ ഡിവൈഡ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്തുണ്ട്, ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട്, സർവീസ് എത്തുന്നുണ്ട്,
അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ, ഇതുപോലെ നമ്മൾ ആ ബീഹാറിന്റെ ഒക്കെ ഒരു പ്രദേശങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തില്ല, അവിടെ എന്തില്ല, രണ്ട് സിസ്റ്റം, അതായത് അഗ്രികൾച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എന്താ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇക്കണോമി അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു അർബനിൽ എല്ലാ സൗകര്യങ്ങളോടും ഉള്ളൊരു ഇക്കണോമിയും ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്യുവൽ എക്കണോമി. അതാണ് കോ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ ഓർഗനൈസ്ഡ് സെക്ടർ എലോങ് സൈഡ് ട്രഡീഷണൽ സബ്സിസ്റ്റൻസ് സെക്ടർ. അത് രണ്ടിന്റെയും കൂടെ ഒരു കോ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഡ്യുവൽ എക്കണോമി എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നാണ് ലോ ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ. അത് ലിമിറ്റഡ് ആക്സസ് ടു മോഡേൺ ടെക്നോളജി ആൻഡ് ലോ ലെവൽസ് ഓഫ് ക്യാപിറ്റൽ പെർ വർക്കർ റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി. അതായത് എന്താണ്, ലിമിറ്റഡ് ആക്സസ് ആണ്. ഈ ഒരു മോഡേൺ ടെക്നോളജിയിലോട്ട് എന്തില്ല, അങ്ങോട്ട് പ്രാന്തപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊന്നും എന്തില്ല, ഈ ഒരു ടെക്നോളജിക്കായിട്ട് ആക്സസും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ വർക്കറുടെ പ്രൊഡക്ടിവിറ്റി ഇത് കാരണം റെഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ അതാണ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് വെൽത്ത് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ കോസിങ് സിഗ്നിഫിക്കൻറ്റ് ഇൻകം ഇൻഇക്വാലിറ്റി. അതാണ് ഇന്ത്യയുടെ ഒരു കേസ് എടുത്ത് നോക്കുക കഴിഞ്ഞാൽ ശതകോടീശ്വരന്മാരൊക്കെ എന്തുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ എന്ത് ചെയ്താൽ ബാക്കിയുള്ളവരുടെ കയ്യിൽ, അതായത് ഒരു 90% പോപ്പുലേഷന്റെ കയ്യിൽ എന്തില്ല, ഈ ഒരു ഇൻകം എത്തുന്നില്ല. അതായത് ഈ ഒരു റിസോഴ്സസ് ഒന്നും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. ഇതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇനിക്വാളിറ്റി ഈ ഒരു ഡെവലപ്പിംഗ് എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. ഇൻ ഇന്ത്യ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. അതായത് ഇന്ത്യയിൽ ഇതിപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഇൻ ഇന്ത്യ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ, ദേശീയ വരുമാനം ഇന്ത്യയിൽ കണക്കാക്കുന്ന ഏജൻസി ഏതാണ്? നീതി ആയോഗ് ആണോ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണോ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണോ? ബി. അതെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസി. ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി. ഓർത്തിരിക്കുക, ഏതാണ്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട് CSOയുടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിഞ്ഞു പോവും. ഇതിപ്പം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഓർഗനൈസേഷൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്. എന്താക്കിയിട്ടുണ്ട്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ഇപ്പോഴത്തെ പേര്. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇപ്പൊ ഈ ഒരു CSOയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ഇപ്പോഴത്തെ ഇതിന്റെ പേരെന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയായ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വന്നത് എന്നാണ്? 1951 മെയ് 2 ഈ ഒരു CSO വരുന്നത്. അന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ്. അപ്പൊ ചോദിക്കുകയാണ്, CSO രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? PC മഹലനോബിസ് ആണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്, ഇത് ഒരു PYQ ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഓർത്തിരിക്കുക, അതും ആലോചിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. അത് പക്ഷെ എന്തല്ല, അത്ര സയന്റിഫിക് ഒന്നും ആയിരുന്നില്ല. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ് ആണ് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ആ പേര് മറക്കരുത്, PC മഹലനോബിസ്. ഇനി ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO എന്ന് പറയും. എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് എന്ത് നടത്തുന്നത്? ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നത്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും ലയിച്ചതിന്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പൊ ഇപ്പോൾ ഉള്ള സ്ഥാപനത്തിന്റെ പേരെന്താണ്? NSO എന്നാണ്. ഓർത്തിരിക്കുക, ഇപ്പൊ നിലവിലുള്ളത് NSO. എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും കൂടെ ലയിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു NSO ഉണ്ടായിട്ടുള്ളത്. അപ്പൊ PSCയിലൊക്കെ ഇതിന്റെ NSOയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഡൗട്ട് വരും.
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ ഓഫീസ് ആണോ നമുക്ക് ഡൗട്ട് വരും. മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യും, ഓർഗനൈസേഷനകത്ത് ഓപ്ഷൻ കുത്തും. അപ്പൊ പക്ഷെ ഇതിന്റെ ആൻസർ എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനൊന്ന് ആൻസർ ചെയ്തേ പെട്ടെന്ന്. ഹു റോട്ട് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? അതായത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പം ദാദാഭായ് നവറോജിയാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓർത്തിരിക്കുക, എന്താണ് ആ ബുക്കിന്റെ പേര്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പം ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പം ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്നു. എന്താണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തിയറി ആയിരുന്നു ഡ്രെയിൻ തിയറി. എന്താണ്? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. അതിനകത്ത് എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നും വൻ തുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണമെന്ന് വിശദീകരിച്ച സിദ്ധാന്തമായിരുന്നു ഏത്? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. അപ്പൊ അതും ചോദിക്കാം, ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓർത്തിരിക്കുക. ഇപ്പൊ ഡ്രെയിൻ തിയറിയിൽ എന്താണ് പറയുന്നത്? അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എന്ത് ചെയ്തു? എല്ലാം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. അതാണ് ഇവിടുത്തെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം എന്നാണ് ഈ ഒരു ഡ്രെയിൻ തിയറിയിൽ പറയുന്നത്. അതായത് എന്ത് ചെയ്തു? ഇവരിവിടുന്ന് ഇവിടെ കുറെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, അവരുടെ സാലറി കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ കുറെ സാധനങ്ങളും എല്ലാം എന്ത് ചെയ്തു? വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം എന്ത് ചെയ്തു? അവർ ബ്രിട്ടനിലോട്ട് കൊണ്ടുപോയി. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഡ്രെയിൻ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി രചിച്ച ഗ്രന്ഥമാണ് ഏത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ഈ ബുക്ക് ഓർത്തിരിക്കുക. എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒന്ന് ആൻസർ ചെയ്തേ. ഹു റോട്ട് ദ ബുക്ക് പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ? ഇത് ഒരുപാട് തവണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ ഇത് രചിച്ചത് ആരാണ്? വിശ്വേശ്വരയ്യയാണ്. അപ്പൊ പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് രചിച്ചതും ആരാണ്? വിശ്വേശ്വരയ്യയാണ്. അപ്പം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വര അയ്യയാണ്. അപ്പം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. അപ്പം ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വര അയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആര് തന്നെയാണ്? എം വിശ്വേശ്വര അയ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് വിശ്വേശ്വര അയ്യയുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. എന്നാണ്? സെപ്റ്റംബർ 15. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വര അയ്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ. എന്താണ്? പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? എം വിശ്വേശ്വര അയ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഫോർമുലേറ്റഡ് പീപ്പിൾസ് പ്ലാൻ ഇൻ 1945? ഇതും അറിയാവുന്നവരൊന്ന് ആൻസർ ചെയ്തേ. 1945 പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി ഇത് ആസൂത്രണം ചെയ്തത് ആരാണ്? അതെ, ഡി ആണ്. എം എൻ റോയ് ആണ്. അപ്പം എം എൻ റോയ് ആണ് 1945 പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി വിഭാവനം ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? എം എൻ റോയ് ആണ്. ഓർത്തിരിക്കുക, 1945 എം എൻ റോയ് എന്താണ് വിഭാവനം ചെയ്തത്? പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി. ഇനി ആസൂത്രണവുമായി ബന്ധപ്പെട്ട്
ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 1944. അപ്പം ആദ്യമായിട്ട് ഒരു പ്ലാൻ വന്നത് ഏതാണ്? ബോംബെ പ്ലാൻ ആണ്. അതായത് ടാറ്റ അങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്ത് ചെയ്തു, ടാറ്റ ബിർള അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വ്യവസായികൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോംബെ പദ്ധതി അല്ലെങ്കിൽ ബോംബെ പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെന്നാണ്? 1944. അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഡസ്ട്രിയിലായിരുന്നു. ഇനി ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അർദേശ്വർ ദലാൽ ആണ്. അപ്പൊ ഈ പേര് ഓർത്തിരിക്കുക, അർദേശ്വർ ദലാൽ. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു ബോംബെ പ്ലാനിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത്. ഇനി 1944 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? അർദേശ്വർ ദലാൽ ആയിരുന്നു. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് ആര് ഫോം ചെയ്തായിരുന്നു? ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഫോം ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അർദേശ്വർ ദലാൽ ആയിരുന്നു. അപ്പൊ ബോംബെ പ്ലാനിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അർദേശ്വർ ദലാൽ ആയിരുന്നു. അത് ഓർത്തിരിക്കുക. ഇനി പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നതായിരുന്നു MN റോയ്. അത് ഏത് വർഷമായിരുന്നു? 1945. ഇനി 1944 ബോംബെ പ്ലാൻ വരുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അർദേശ്വർ ദലാൽ. ഇനി ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? ജോൺ മത്തായി ആണ്. അപ്പം ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു ആര്? ജോൺ മത്തായി. അപ്പൊ അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പം ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജോൺ മത്തായി. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം? 1938. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഓർത്തിരിക്കുക. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 1938 നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇതാണ് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഇതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം 1938 നിലവിൽ വന്ന എന്തിന്റെയാണ്? ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി. ഓർത്തിരിക്കുക, പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ വ്യക്തി ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഓർത്തിരിക്കുക. ഇനി 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ശ്രീമൻ നാരായൺ അഗർവാൾ ആണ്. ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ. ഏത് പദ്ധതിയുടെയാണ്? ഗാന്ധിയൻ പദ്ധതിയുടെയാണ്. ഇനി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? JC കുമരപ്പയാണ്. ഓർത്തിരിക്കുക, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ. അപ്പം ഗാന്ധിയൻ പ്ലാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ ആണ്. ഇനി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? JC കുമരപ്പയാണ്. അപ്പൊ ഇത് മറക്കരുത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 വന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ നെക്സ്റ്റ് 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി. ഇത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ഇന്ററിം ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് വരുന്നു. അപ്പം അവരെന്ത് ചെയ്തു? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഫോം ചെയ്യുന്നു. അതിന്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KC നിയോഗി. അപ്പം ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനും കൂടെ ആരായിരുന്നു? KC നിയോഗിയാണ്. എന്താണ്? ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? KC നിയോഗിയാണ്. അതുപോലെ തന്നെ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, നേരെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു. ഇവിടെ ഓർക്കണം, ഇതെന്താണ്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ്. അപ്പം ഇതിന്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KC നിയോഗിയാണ്. ഇനി സർവോദയ പദ്ധതി, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. എന്ത് പദ്ധതിയാണ്? സർവോദയ പദ്ധതി. അപ്പൊ സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സിംബൽ ഓഫ് ഇന്ത്യൻ റുപ്പി വാസ് ഡിസൈൻഡ് ബൈ. ആൻസർ അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. സിംബൽ ഓഫ് ഇന്ത്യൻ റുപ്പി വാസ് ഡിസൈൻഡ് ബൈ. ഇന്ത്യക്ക് ഒരു എന്താ സിംബൽ ഇല്ലേ റുപ്പിക്ക്? ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ D ആണ്. D ഉദയകുമാർ ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു റുപ്പിയുടെ സിംബല് ഡിസൈൻ ചെയ്തത് ആരാണ്? D ഉദയകുമാർ ആണ്. അപ്പൊ അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ അമാൽഗമേഷൻ ആണ്. എന്താണ്? ഒന്ന് ദേവനാഗരി ലിപിയിൽ ആ ഒരു രായം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള 6 കൂടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്.
റെപ്രസെന്റിങ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെയും ഹിന്ദിയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ആ ഒരു രാ എന്ന് പറയുന്ന ഒരു അക്ഷരം എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്ത് ഹൊറിസോണ്ടൽ 2 പാരലൽ സ്ട്രൈപ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഇതിനകത്ത് ഈ 2 സ്ട്രൈപ്സ്, അപ്പൊ ഇതെന്താ സൂചിപ്പിക്കുന്നത്, ഇന്ത്യൻ ഫ്ലാഗിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈക്വൽ സിമ്പിൾ, അതെന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആണ്. അപ്പം ഇത് ഇന്ത്യൻ ഫ്ലാഗിനെയും ഇക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിത് ഇത് നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊന്ന് അറിയാവുന്നവരൊന്ന് ആൻസർ ചെയ്യണേ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ടു ഡിമോണിറ്റൈസ് ₹500 and ₹1000 കറൻസി നോട്ട്സ് വിത്ത് എഫക്റ്റീവ് ഫ്രം. അതായത് നരേന്ദ്രമോദി ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്ത് ചെയ്തു, ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം. നമ്മളെല്ലാം ക്യൂ നിന്നത് ഓർമ്മയില്ല ബാങ്കിൽ നോട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അത് ഏത് ഡേറ്റിലായിരുന്നു, ഒന്ന് ഓർത്ത് നോക്കിയേ. അതെ, ഓപ്ഷൻ ബി ആണ് 8 നവംബർ 2016. അപ്പൊ എന്നാണ് 2016 നവംബർ 8 ആയിരുന്നു ഇന്ത്യയിൽ അവസാനമായിട്ട് എന്ത് നടന്നത്, നോട്ട് നിരോധനം അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ നടന്നത്. എന്നാണ് 2016 നവംബർ 8. ഓർത്തിരിക്കുക ഈ ഡേറ്റ്, 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത്. ഈ ഡേറ്റ് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇനി 2016 വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകളായിരുന്നു 500 രൂപയും 1000 രൂപയായിരുന്നു അന്ന് പിൻവലിച്ചത്. ഇനി 2016 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്, ഊർജിത് പട്ടേലാണ്. ആരാണ്, ഊർജിത് പട്ടേലാണ് ഈ 2016 ഈ നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്, 3 പ്രാവശ്യമാണ് നടത്തിയിട്ടുള്ളത്. ഏത് വർഷമാണ്, 1946, 1978, 2016. അപ്പൊ ഈ ഇത്രയും വർഷങ്ങളിൽ 3 തവണയാണ്. ഇത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യമാണ്, 3 പ്രാവശ്യമാണ്. ഏതൊക്കെയാണ്, 46, 78, 2016. ഇനി 1946 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്, CD ദേശ്മുഖ് ആണ്. അപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണറും ആര് തന്നെയാണ്, CD ദേശ്മുഖ് ആണ്. അപ്പം 1946 ആരായിരുന്നു അന്നത്തെ RBI ഗവർണർ, CD ദേശ്മുഖ് ആയിരുന്നു. 2016 ഊർജിത് പട്ടേൽ ആയിരുന്നു. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നോട്ട് നിരോധനം നടന്നത് 1978 ജനുവരി 16 അന്ന് 1000, 5000, 10000 എന്നീ നോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ നോട്ടുകളായിരുന്നു 5000, 10000 എന്നൊക്കെ പറഞ്ഞത്. ഇതെന്ത് ചെയ്യുന്നില്ലായിരുന്നു, ഇതിപ്പോ ഡെയിലി ഉള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു നോട്ട്സ് ഒന്നും യൂസ് ചെയ്യണ്ടായിരുന്നു. ആദ്യത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അന്ന് നോട്ട് നിരോധനം നടപ്പിലാക്കി. ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 5000-ന്റെയും 10000-ന്റെയും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഇത് നിരോധിച്ചു. ഇനി 1978 നോട്ട് നിരോധനം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ഇതാരാണ്, മൊറാർജി ദേശായി ആണ്. ഇനി അന്നത്തെ RBI ഗവർണർ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്, IG പട്ടേലാണ്. 2016 സമയത്ത് നോട്ട് നിരോധനം നടത്തിയപ്പോൾ ആരായിരുന്നു, നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി. ആരായിരുന്നു RBI ഗവർണർ, ഊർജിത് പട്ടേലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. എന്നാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്, ഒന്ന് ആൻസർ ചെയ്യൂ. അതെ, ബി ആണ്. 1 ജൂലൈ 2017 ഇന്ത്യയിൽ ആദ്യമായിട്ട് GST നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക ഈ ഡേറ്റ്, 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വരുന്നത്. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധന നികുതിയാണ് എന്തെന്ന് പറയുന്നത്, GST. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക. ഇതെന്ത് ചെയ്തു, എല്ലാ നിലവിലുണ്ടായിരുന്ന എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിനെ എന്ത് ചെയ്തു, ഒന്ന് കുടക്കീഴിലാക്കി വന്നതാണ് ഈ GST എന്ന് പറയുന്നത്. അപ്പം ഗുഡ്സിനും സർവീസിനും വേണ്ടിയിട്ട് ഒരു ടാക്സ്. അപ്പം ഇതെന്താണ്, ഒന്ന് ഓർത്തിരിക്കുക, പരോക്ഷ നികുതിയാണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇത് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മുകളിൽ ചുമത്തിയിരിക്കുന്ന ടാക്സ് ആണ് എന്തെന്നറിയപ്പെടുന്നത് ഈ ഒരു GST എന്ന് പറയുന്നത്. ഇനി ഒരു GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 സെപ്റ്റംബർ 8 ഈ ഒരു GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. എന്നാണ് 2016 സെപ്റ്റംബർ 8.
ഇനി ഈ ഒരു GST ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രണബ് മുഖർജി, നരേന്ദ്രമോദി. അന്നത്തെ രാഷ്ട്രപതി ആയിരുന്നു പ്രണബ് മുഖർജി, അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? നരേന്ദ്രമോദി. അപ്പം അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയും രാഷ്ട്രപതി ആയിട്ടുള്ള പ്രണബ് മുഖർജിയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? GST ഉദ്ഘാടനം ചെയ്തത്. ഇനി GSTയുടെ ആപ്തവാക്യം ചോദിക്കുകയാണെങ്കിൽ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. എന്താണ് വൺ നേഷൻ? ഒരു രാജ്യം ഒരു ടാക്സ്, ഒരു നികുതി ഒരു മാർക്കറ്റ്, ഒറ്റ കമ്പോളം എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇന്ത്യ മുഴുവൻ ഒറ്റ ടാക്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ എന്താണ്? ഡ്യുവൽ GST ആണ്. അപ്പൊ ഈ ഒരു ഡ്യുവൽ GST ആണ് നമ്മളും കോപ്പി ചെയ്തിരിക്കുന്നത്. ഇനി GST നടപ്പിലാക്കാൻ ഭരണഘടന അനുസരിച്ച് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടാണ് ഉണ്ടായിരുന്നു. കാരണം എന്ത് ചെയ്യാണ്? ഇത് അമെൻമെന്റ് നടത്തുവാണ്. അപ്പൊ അമെൻമെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യണം? പാർലമെന്റും അംഗീകരിക്കണം, അതുപോലെ തന്നെ പകുതി സംസ്ഥാനങ്ങളും എന്ത് ചെയ്യണം? ഈ ഒരു ബില്ലിനെ അംഗീകരിക്കണം. അപ്പം അത് കാരണം ഈ ഒരു ഇന്ത്യയിൽ GST ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അസമാണ്. അപ്പം അസമാണ് എന്ത് ചെയ്യുന്നത്? GST ബില്ല് ആദ്യമായിട്ട് പാസ്സാക്കുന്ന സംസ്ഥാനം. ഇത് നമുക്ക് PYQ ആണ്. ഇന്ത്യയിലെ GST ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അസമാണ്. ഇനി രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബീഹാർ ആണ്. ഓർത്തിരിക്കുക, ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അസം, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. പിന്നെ എന്ത് ചെയ്തു? 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഒരു GST ബിൽ പാസ്സാവത്തുള്ളൂ. അപ്പൊ ഈ 16ാമതായിട്ട് ഈ ഒരു GST ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഒഡീഷയാണ്. ഓർത്തിരിക്കുക. അപ്പം ആദ്യം അസം, രണ്ടാമത് ബീഹാർ, 16ാമതായിട്ട് ആരാണ്? ഒഡീഷയാണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ GST ഇൻ ഇന്ത്യ? ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടും ഇക്കണോമിക്സുമായിട്ടും റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് GST ഏത് അമെൻമെന്റ് വഴിയാണ് വന്നിട്ടുള്ളത്? അതെ, D ആണ് ആൻസർ. 101ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് GST നിലവിൽ വരുന്നത്. ഏതാണ്? 101ാമത്തെ അമെൻമെന്റിലാണ്, ഭരണഘടനയുടെ 101ാമത്തെ ഭേദഗതിയിലൂടെയാണ് എന്ത് നിലവിൽ വരുന്നത്? ഈ ഒരു GST നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, ഭരണഘടനയുടെ 101ാമത്തെ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് പ്രകാരമാണ് GST നിലവിൽ വരുന്നത്. ഇനി CGSTയും SGSTയും ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. അതായത് ഇതെന്താ? സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുമ്പോൾ ഇതിന് എന്ത് പറയും? സെൻട്രൽ GST എന്ന് പറയും. ഇനി സ്റ്റേറ്റ് പിരിച്ചെടുക്കുമ്പോൾ എന്ത് പറയും? SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്തും ഇവരെന്ത് ചെയ്തു? കൺസ്യൂമേഴ്സിൽ നിന്ന് വീതിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ഈ ഒരു കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വീതിച്ചെടുക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുമല്ലോ, അപ്പൊ അതെന്ത് ചെയ്യും? അതിന് അർഹതപ്പെട്ട ഈ ഒരു സംസ്ഥാനങ്ങൾക്ക് നൽകും. ഇതെന്താ? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഇപ്പം ഈ ഒരു സംസ്ഥാനത്ത് നിന്നും വേറൊരു സംസ്ഥാനത്തോട്ട് പോയില്ലേ, അപ്പൊ ഇത് ഏത് ഡെസ്റ്റിനേഷനിലാണോ എത്തുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനിലായിരിക്കും എന്ത് ചെയ്ത് ഈ ഒരു ടാക്സ് അവരായിരിക്കും കൊടുക്കേണ്ടത്. അപ്പം അവർക്കാണ് ഈ ഒരു GST കിട്ടുക. ഇനി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതി. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കാണ് ഈ ഒരു ഗുഡ്സ് ഒക്കെ പോകുമ്പം അതിന് മേളിൽ ചുമത്തുന്ന നികുതി ആയതാണ്? ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇനി ഇത് പിരിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഈ ഒരു IGST പിരിക്കുന്നത്. ഇനി വേറൊരു പോയിന്റ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടിന് മുകളിൽ ചുമത്തുന്ന, അതായത് രാജ്യത്ത് നിന്നും നമ്മൾ കയറ്റുമതി ചെയ്യില്ലേ, അല്ല ഇറക്കുമതി ചെയ്യില്ലേ, ഇമ്പോർട്ട്. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടിന് മുകളിലും ചുമത്തുന്ന GST ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? IGST ആണ്. ഓർത്തിരിക്കുക. ഇനി അന്തർ സംസ്ഥാന വിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പം IGST പിരിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത് പിന്നെ എന്ത് ചെയ്യും? സ്റ്റേറ്റിന് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനമായിരുന്നു ഏത്? GST കൗൺസിൽ. അപ്പൊ എന്ത് ചെയ്യും? ഒരു GSTയുടെ സ്ലാബ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ 0%, 3% എന്നൊക്കെ പറഞ്ഞ് സ്ലാബ് ഒക്കെ, അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് എത്ര സ്ലാബ് വേണം, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയും കൂടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? GST കൗൺസിൽ. ഇനി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. GST കൗൺസിലിന്റെ ചെയർമാൻ. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും അത് ആരായിരുന്നെന്ന്, പ്രധാനമന്ത്രിയാണെന്നൊക്കെ തോന്നും. അപ്പം പക്ഷെ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അപ്പം കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഈ ഒരു GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. അപ്പം ഇപ്പോഴത്തെ
GST കൗൺസിലിന്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. സാധാരണ ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഈ ഒരു GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് നിർത്താം. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം വന്നത് ഡാഷ് ആണ്. എന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറയാമോ? കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ പ്ലാനിംഗ് ബോർഡ്. അപ്പൊ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നത് എന്താണ്? ഇപ്പോ നീതി ആയോഗാണ്. അതെ, ഡി ആണ് ആൻസർ. നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടുള്ളത്. ഈ നീതി ആയോഗ് വാസ് ഫോംഡ് ഇൻ ഇന്ത്യ ഓൺ. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? ഈ വർഷം അറിയാവുന്നവരൊന്ന് പറയാമോ? നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. ഇത് ഒരുപാട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടാതെ പോവരുത്. എന്നാണ്? ഓപ്ഷൻ ബി ആണ്. 1 ജാനുവരി 2015 എന്ത് വരുന്നത്? നീതി ആയോഗ് വരുന്നത്. ഓർത്തിരിക്കുക, ആ ഡേറ്റ് എന്നാണ്? 2015 ജനുവരി 1 എന്ത് നിലവിൽ വരുന്നത്? നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, എന്നാണ് ഡേറ്റ്? 2015 ജനുവരി 1. അത് 2014 മോദി ഗവൺമെന്റ് വരുന്നത്. അപ്പൊ മോദി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനെ എന്ത് ചെയ്തു? മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു? നീതി ആയോഗ് കൊണ്ടുവന്നു. ഇനി നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ്? 2015 ഫെബ്രുവരി 8. അതായത് 2015 ജനുവരി 1 ഫോം ചെയ്യുന്നു. ആദ്യത്തെ സമ്മേളനം ഫെബ്രുവരി 8 നടക്കുന്നു. ഇനി ആദ്യത്തെ സമ്മേളനം അറിയപ്പെട്ടത് എന്നാണ്? ടീം ഇന്ത്യ എന്നായിരുന്നു. അപ്പൊ ടീം ഇന്ത്യ എന്നാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം അറിയപ്പെട്ടത്. ഇനി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പകരമായി രൂപം കൊണ്ട സംവിധാനമായിരുന്നു ഗവർണിംഗ് കൗൺസിൽ. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയം തന്നെ എന്തുണ്ട്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും ഉണ്ട്. അതായത് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യുന്ന 5 ഇയർ പ്ലാൻസ് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്, അതായത് പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി എന്ത് വന്നു? നീതി ആയോഗ് വന്നു. അപ്പൊ ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനും പകരമായിട്ട് എന്താണ് വന്നത്? ഗവേണിംഗ് കൗൺസിലാണ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പഞ്ചവത്സര പദ്ധതികൾക്ക് എന്ത് ചെയ്യുക? അംഗീകാരം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? നീതി ആയോഗ് വന്നപ്പോൾ ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് എന്ത് പേര് മാറ്റി? ഈ ഒരു ഗവേണിംഗ് കൗൺസിലിന് പേര് മാറ്റി. ഇനി ഇതോടെ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. അപ്പം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആരാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ്. അശോക് കുമാർ ലാഹിരിയാണ്. ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് ഈ ഒരു നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ എപ്പോഴും നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പം ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാണ്. ഇനി പ്രഥമ അധ്യക്ഷൻ, ആ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? എന്നാണ് ഫോം ചെയ്യുന്നത്? 2015 ജനുവരി 1. അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. അപ്പൊ നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി നീതി ആയോഗിന്റെ പ്രഥമ വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയാണ്. അപ്പൊ ആരാണ് നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ? ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇനി ആദ്യത്തെ CEO ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ് ഫസ്റ്റ് CEO. അപ്പൊ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ഇനി ഫസ്റ്റ് വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയാണ്. ഫസ്റ്റ് CEO ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ഇനി ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയാണ്. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരി ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം എന്തായിരുന്നു? നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഞാൻ ഇന്ന് പഠിപ്പിച്ചതാണ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ.
ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇനി നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? നിധി ചിബ്ബർ ആണ്. ആരാണ്? നിധി ചിബ്ബർ. ആരാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ? അതായത് ഇപ്പോഴത്തെ സിഇഒ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? നിധി ചിബ്ബർ ആണ്. ഇതുവരെ ആൻസർ ഒന്നും വന്നില്ലല്ലോ. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. ആർക്കും ഓർമ്മയില്ലേ? അപ്പൊ ഓർത്തിരിക്കുക, ഫസ്റ്റ് ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു ഇതിന്റെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയാണ്. ഇനി സിഇഒ ആരാണ്? സിന്ധുശ്രീ കുള്ളറാണ്. ഇനി ഇപ്പോഴത്തെ സിഇഒ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? നിധി ചിബ്ബർ ആണ്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഓർത്ത് നോക്കുക. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാ ചോദിച്ചത്. ഇപ്പോഴത്തെ ആരാണ്? അരവിന്ദ് പനഗരി. ഇത് ഓർത്തിരിക്കുക, ഇത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ നിലവിലെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പൊ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ KC നിയോഗി ഓർക്കുന്നുണ്ടോ? KC നിയോഗി ആയിരുന്നു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാമോ? അല്ലെങ്കിൽ ക്ലാസ്സിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? ക്ലാസ് എങ്ങനെയാ, സ്ലോ ആണോ അതോ ഫാസ്റ്റ് ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് യൂസ് ചെയ്യണോ മലയാളം വേണോ, എങ്ങനെയാണെന്നുള്ള അഭിപ്രായം കൂടെ ഒന്ന് പറയുമോ? സ്ലോ ആണോ അതോ ഫാസ്റ്റ് ആക്കണോ? അത് നിങ്ങൾക്ക് മോർ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്? എങ്ങനെയാണ്? അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൈക്ക് ഓണാക്കി പറഞ്ഞോ. സ്പീഡ് ഓക്കെ ആണോ എന്ന് പറയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്? എങ്ങനെയാണ്? കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണോ അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്? അതും കൂടെ ആരെങ്കിലും ഒന്ന് പറയോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ക്ലാസ് എടുക്കാം. അതായത് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് അതിനകത്ത് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണോ അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോർ ഇൻക്ലൂഡ് ചെയ്യണോ? PYQ കൂടി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേ നല്ലത്. ഓക്കെ. PYQ എല്ലാവർക്കും അപ്പൊ PYQ ആണോ? എല്ലാരും ഒന്ന് തംസ് അപ്പ് ചെയ്യോ? ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.